നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ കാളൻ ജോസ് മാഷായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഇന്റർവ്യൂ. നമസ്കാരം സർ. ഇതുവരെയുള്ള ജീവിതത്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു അധ്യാപകൻ എന്ന നിലയിൽ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഹൃദയം കൊടുത്ത് ഹൃദയം വാങ്ങിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രൊഫഷൻ അധ്യാപനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ മനസ്സിന് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആസ് ഫാർ ആസ് എ NCC ഓഫീസർ ഈസ് കൺസേൺഡ്, ഹി ഡെഡിക്കേറ്റഡ് ഫോർ ദ കൺട്രി. രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു NCC ഓഫീസറുടെ ഏറ്റവും മഹത്തമായ ചിന്ത. ആ ചിന്ത ഒരു അധ്യാപകനിലൂടെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമായി ഞാൻ കാണുന്നത്. 14 വർഷം കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ NCC ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ കൊടകരയിലെ സാധാരണക്കാരായ മക്കളെ വളർത്തി വലുതാക്കി അവരെ NCCയിലും ദേശസ്നേഹത്തിലും വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ആ ദേശസ്നേഹത്തിലൂടെ ഒരുപാട് കുഞ്ഞുമക്കൾ പട്ടാളത്തിൽ, എയർഫോഴ്സിലും നേവിയിലും മിലിറ്ററിയിലുമൊക്കെ വ്യത്യസ്തമായ മേഖലയിൽ ജോലി ചെയ്യുന്നു. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന കാവൽക്കാരായി അവർ എന്നെയും കാത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായി പറയാനുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ കുടുംബജീവിതത്തെ പറ്റി ഒന്ന് പറയാമോ? ലീസ് ആണ് എന്റെ ഭാര്യ. ഇവളാണ് എന്റെ ഏറ്റവും വലിയ അസറ്റ്. ഒരു ഭിന്നശേഷിയുള്ള മകളെ ദൈവം തന്നപ്പോ മാഷ ജീവിതത്തിന് അതെങ്ങനെയാണ് ഫേസ് ചെയ്തത്? ദൈവം തന്ന ഒരു സന്തോഷമായിട്ടാണ് ഞാൻ അതിനെ നേരിട്ടത്. വാസ്തവത്തില് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ ഈ സത്യം മനസ്സിലാക്കി. ആ കുഞ്ഞിന് ജന്മം നൽകാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുത്ത് ആ കുഞ്ഞിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ആ മകളെ എനിക്ക് ദൈവം നൽകിയപ്പോൾ ഞാനെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഡെറിന ജനിച്ചതൊരു സൗഭാഗ്യമായിട്ടാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും എന്റെ ഏറ്റവും വലിയ ഫോർച്യൂണാണ് ഇവള്. എല്ലാ വളർച്ചയുടെയും അടിസ്ഥാന ഘടകം ഇവളാണ്. പക്ഷെ അപ്പനെ പറ്റിയുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഡോക്ടർ ജോസഫ് M. കാളന്റെയും ഭാര്യ അല്ലെങ്കിൽ അമ്മ ത്രേസ്യാമ്മ ജോസഫിന്റെയും മകനായി ജനിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഐഡിയോളജിക്കലി ഇത്രയും വളരാനായി എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ള, എന്നെ വളർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അന്താരാഷ്ട്ര മേഖലയിൽ എന്താ അംഗീകാരമാണ് സാറിന് കിട്ടിയിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും മികച്ച 21 അധ്യാപകരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ യുനെസ്കോ ആദരിക്കുകയുണ്ടായി. അങ്ങനെ ആദരിക്കപ്പെട്ടവരിൽ ഒരാളാണ് ഈ എളിയ അധ്യാപകൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ എന്ത് അംഗീകാരമാണ് കിട്ടുന്നത്? കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം 2013 കേരള വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് കോഴിക്കോട്ട് വെച്ച് നൽകുകയുണ്ടായി. ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറിംഗ് ആയിരുന്നല്ലോ നിങ്ങളുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ. അതിൽ നിന്ന് ഒരു അധ്യാപകത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? ആയുർവേദം മണമുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും അപ്പച്ചന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു നല്ല ഒരു ആയുർവേദ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മേഖലയിൽ ഏതെങ്കിലും വിദഗ്ധനായ ഒരു ഡോക്ടറോ ആകണമെന്ന്. പക്ഷേ ഞാനൊരു അധ്യാപകനാകാൻ ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനപരമായ കാര്യം എൻ്റെ നെല്ലായി പള്ളിയാണ്. കാരണം 10ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ വേദോപദേശ അധ്യാപകനായി 2ാം ക്ലാസ്സിൽ സേവനം ചെയ്ത ഒരു പശ്ചാത്തലം എനിക്കുണ്ടായി. ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന മാനസിക ഉല്ലാസം, തീർച്ചയായിട്ടും അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഒരു അധ്യാപകനായി ജീവിക്കാനും കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാനും നിസ്സഹായരായ സാധാരണക്കാരായ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവരോട് സ്നേഹം പങ്കുവയ്ക്കാനും അറിവ് പങ്കുവയ്ക്കാനും ഉള്ള ഒരു കൃത്യമായൊരു തീരുമാനമായിരുന്നു അപ്പച്ചൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഒരു അധ്യാപകനായി ജോലി ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കി. തീർച്ചയായും ഇന്ന് ഞാൻ അതിൽ സന്തോഷിക്കുന്നു. സ്വർഗത്തിലിരുന്ന് എൻ്റെ അപ്പച്ചനും സന്തോഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ലഭിച്ച എല്ലാ അവാർഡുകളും വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല, ഞാൻ പഠിപ്പിച്ച പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ബാക്കിപത്രമാണ് ഈ അവാർഡുകളെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിസ്സഹായകരായ ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഉദാത്തമായ സംതൃപ്തി, ഞാൻ വിശ്വസിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സംതൃപ്തി ലഭിക്കുന്ന ജോലി അധ്യാപനം എന്നുള്ളതാണ്.
പക്ഷെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം അനുഭവിച്ച ഒരു നിമിഷം എപ്പോഴായിരുന്നു? ആസ് എ ക്രിസ്ത്യൻ ഞാൻ വിശ്വസിക്കുന്നു സഹനം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് സഫറിങ്സ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ മകൻ 1 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. രണ്ടാമത്തെ മകൻ ജനിച്ച് പിറ്റേ ദിവസം മരിച്ചുപോയി. പിന്നീട് എനിക്ക് ഒരു മകളെ ദൈവം ഒരു മാലാഖ കുഞ്ഞിനെ തന്നു. അവൾ മെന്റലി റിട്ടാർഡാണ്. പക്ഷെ ഇതിലൊക്കെ ഞാൻ കാണുന്നൊരു സന്തോഷം, ഞാൻ 2 മക്കൾ സ്വർഗത്തിലും 1 മകൾ ഭൂമിയിലും മാലാഖ കുഞ്ഞുങ്ങളായി ജീവിക്കുന്ന ഒരു പിതാവാണ് എന്നുള്ള അഭിമാനബോധം. അടിസ്ഥാനപരമായി സഹനം ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇറ്റ് ഇസ് എ സെലക്ഷൻ ഓഫ് ഗോഡ്. ദൈവം നൽകുന്ന സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുക. നെല്ലായിക്കാർക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണല്ലോ നെല്ലായി റെയിൽവേ സ്റ്റേഷൻ. നെല്ലായി റെയിൽവേ സ്റ്റേഷനിൽ ഈ കാളൻ ഫാമിലിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണ്? കാളൻ കുടുംബങ്ങളിലെ മരുന്നുകൾ കയറ്റി അയക്കാനും വേണ്ടതായ ഒരു വാഹന സൗകര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് ഒരു ചിന്ത വരികയും